ഗോതമ്പൊടി നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചൊരു പലഹാരമാണത്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി സമയം ഇളക്കി കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് മധുരത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തത് അരച്ചു വെച്ചതായിരുന്നു. ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം വീണ്ടും 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങയുടെയും പഴത്തിൻ്റെയും കൂട്ടിട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കര പാനി കൂടാതെ 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതുപോലത്തെ ചെറിയ സ്റ്റീൽ പാത്രത്തിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം അതിനനുസരിച്ചുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ പാത്രം വേണമെന്നൊന്നുമില്ല. സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയെടുത്താലും മതി. മുകൾ ഭാഗമൊക്കെ ഒരുപോലെ വരാൻ വേണ്ടിയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിങ്ങാണ്ട് അതൊന്ന് ആവി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം വേവായിട്ടുണ്ടോയെന്ന്. ഇത് വേവായിട്ടുണ്ട്. വേവായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അങ്ങനെ വെച്ച് കൊടുക്കാം. ദോശമാവ് ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതൊന്ന് വേവായി തുടങ്ങുമ്പോൾ ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ദോശയുടെ എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. ഉള്ളിയോ പച്ചമുളകോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ചൊക്കെ വേവാകുമ്പോൾ അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട തുടച്ചൊന്നും പോവില്ല. മുട്ട വേവായിട്ടുണ്ടാവും. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നും ദോശ കഴിക്കലിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ മക്കൾക്കും ഇഷ്ടാവും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം.
സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇതേ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് 1/2 ടീസ്പൂൺ ഉണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൽ നിന്നും മുന്തിരിയിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റവിൽ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ വേറൊരു പാനും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. തലേ ദിവസം രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് പച്ചരി ഒരു പാത്രത്തിലിട്ട് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. രാവിലെ അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ചുവറ്റി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ടോട്ടൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ദോശമാവ് പോലെയല്ല, ഇച്ചിരി ലൂസായിട്ടാണ് ഇതിരിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓരോ തവണ ചുട്ടെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മുകളിൽ വെള്ളവും അടിയിൽ പൊടിയായിരിക്കും. നന്നായി ഇളക്കിയതിന് ശേഷം ചുട്ടെടുത്താൽ മതി. ചൂടായ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇത് വേവായിട്ടുണ്ട്. ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണത്. ഇത് ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് വേറെ കറികളൊന്നും വേണ്ട. പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള അവിലിട്ട് കൊടുക്കാം. 1.5 കപ്പ് അവിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. ഒരു അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം തേങ്ങ വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അരിച്ചൊഴിക്കാം. തേങ്ങയും ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഇത്ര നനയുന്നത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എനിക്ക് അത്യാവശ്യം നനവ് വേണം, എങ്കിലേ കഴിച്ചാൽ പോവുള്ളൂ. എൻ്റെ അടുത്ത് ചെറുപഴം പഴുത്തത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്.